എൻ്റെ പേര് ഷാരോൺ. എൻ്റെ വീട് ഇവിടെ കരുകുന്നത്തിനടുത്ത് മരുത്തുപാറയാണ് സ്ഥലം. ഞാനിവിടെ 14 ദിവസത്തെ പാക്കേജാണ് ലൈഫ് കെയറിൽ എടുത്തിരുന്നത്. ഞാൻ ഒരു 5 മന്ത് പ്രഗ്നൻസി ടൈം തൊട്ട് ഒരു പോസ്റ്റ് നാറ്റൽ കെയറിന് വേണ്ടിയിട്ട് ഫേസ്ബുക്കും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയാസിൽ സെർച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴും ഫേസ്ബുക്ക് വഴിയാണ് ഞാൻ ശരിക്കും ലൈഫ് കെയറിനെ കുറിച്ച് ആദ്യം ഒരു അഡ്വർടൈസ്മെൻറ്റ് കണ്ടത്. അത് കഴിഞ്ഞ് പല സെൻറ്റേഴ്സിലും ഇങ്ങനെ എൻക്വയറി നടത്തിയത് എനിക്ക് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ട് തോന്നിയ ഒരു സെൻറ്റർ ആയിരുന്നു ഈ ലൈഫ് കെയർ. ഞാൻ എക്സ്പെക്ട് ചെയ്തതിൽ കഴിഞ്ഞും കൂടുതലാണ് എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയത്. ലൈഫ് കെയറിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അതിൻ്റെ തുടക്കം തൊട്ട് തന്നെ എല്ലാ ദിവസവും ഹെഡ് മസാജും ഫേസ് മസാജും അതുപോലെ ഫേസ് പാക്കും എല്ലാം ഡെയിലി ഉണ്ടായിരുന്നു. 14 ഡേയ്സ് അത് തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ട് വന്നു. അതുപോലെ തന്നെ ഓരോ കിഴികൾ സ്റ്റീം ബാത്തൊക്കെ ആണെങ്കിൽ 5 ഡേയ്സ് സ്റ്റീം ബാത്ത് ഉണ്ടായിരുന്നു. 3 ഡേയ്സ് വെച്ച് കിഴികളും ഞവരക്കിഴി, നാരങ്ങാക്കിഴി, ഇലക്കിഴി എല്ലാം ഭയങ്കര എഫക്റ്റീവായിരുന്നു. അതുപോലെ എനിക്കൊരു ഉണ്ടായിരുന്നൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നൊരു ബാക്ക് പെയിൻ ആയിരുന്നു. അപ്പോൾ ആ ബാക്ക് പെയിൻ എനിക്കിപ്പം നല്ലപോലെ മാറി. ബാക്ക് പെയിൻ ഒന്നുമില്ല. അതുപോലെ ഹെയർ ഫോൾ എൻ്റെ ഒരു മേജർ ഇഷ്യൂ ആയിരുന്നു. അപ്പോൾ അത് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ഒരു 2 to 3 ഡേയ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മസാജ് ചെയ്യുമ്പോൾ തന്നെ നല്ലപോലെ ഹെയർ ഫോൾ ഉണ്ടായിരുന്നു. അതൊരു 4-5 ഡേയ്സ് ഒക്കെ ആയപ്പോഴത്തേക്കും അതിൻ്റെ ഒരു എമൗണ്ട് കുറഞ്ഞപ്പോൾ ശരിക്കും നല്ലപോലെ എനിക്ക് ഹെയർ ഫോൾ കുറഞ്ഞിട്ടുണ്ട്. ബെറ്റർ എനിക്ക് ഏറ്റവും കൂടുതൽ എഫക്റ്റീവായിട്ട് തോന്നിയൊരു കാര്യം ഹെയർ ഫോളിൻ്റെ ഒരു ഇതാണ്. കാരണം വേറെ ഇഷ്യൂസ് എനിക്ക് അത്ര ബുദ്ധിമുട്ടുള്ള ഇഷ്യൂസ് ഒന്നും ഇല്ലായിരുന്നു. ഫസ്റ്റ് പ്രഗ്നൻസി തൊട്ടേ കണ്ടിന്യൂസ് ആയിട്ട് അഫക്റ്റ് ചെയ്തിരുന്നൊരു കാര്യമാണ് ഈ ഹെയർ ഫോൾ. അപ്പോൾ അതിൽ നല്ലൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. അബ്ഡോമിനൽ ബൈൻഡിങ്ങിലും ആദ്യത്തെ എൻ്റെ ഒരു ഡെലിവറി കഴിഞ്ഞിട്ട് എനിക്ക് അത്രയും അബ്ഡോമൻ സ്മോൾ ആയിട്ടില്ലായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് അതിൻ്റെ ഒരു എഫക്റ്റ് അറിയാനുണ്ട്. ആ ഒരു കുറച്ചുകൂടെ റിലാക്സേഷനും ആ അബ്ഡോമിൻ്റെ ഭാഗത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സ്റ്റീം ബാത്ത് ഞാൻ ഒട്ടും എനിക്ക് അതിൻ്റെ ഒരു റിസൾട്ട് എന്താണെന്നോ അല്ലെങ്കിൽ അതിൻ്റെ എഫക്റ്റ് എന്താണെന്നുള്ളത് അറിയത്തില്ലായിരുന്നു. പക്ഷെ സ്റ്റീം ബാത്ത് എടുക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ഒരു എഫക്റ്റ് മനസ്സിലാക്കാനായിട്ട് പറ്റിയത്. അതുപോലെ തന്നെ കിഴികളെല്ലാം ഭയങ്കര എഫക്റ്റീവായിരുന്നു. ഇവിടുത്തെ സ്റ്റാഫും ഡോക്ടേഴ്സും എല്ലാവരും ഭയങ്കര കോപ്പറേറ്റീവായിരുന്നു. അപ്പോൾ തുടക്കം തൊട്ടേ ഇപ്പോൾ ഡോക്ടറിനെ കോൺടാക്ട് ചെയ്തപ്പോൾ തന്നെ എന്തൊക്കെ പാക്കേജുകളാണ് അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഡോക്ടറുടെ ആ ഒരു കൺവീനിയൻസ്. കാരണം ഞാനിത് ശരിക്കും വീട്ടിലാണ് ഈ തെറാപ്പി ആദ്യം പ്ലാൻ ചെയ്തത്, വീട്ടിൽ വന്ന് ചെയ്യണം. അപ്പം ഡോക്ടർ പറഞ്ഞു അതിൻ്റെ ഇവിടെ വന്നു കഴിഞ്ഞാലുള്ള ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ കൂടുതൽ പറഞ്ഞുകൊണ്ടാണ് വീണ്ടും ഇങ്ങോട്ട് വരാനായിട്ട് തന്നെ തോന്നിയത്. പിന്നെ ഇവിടുത്തെ സ്റ്റാഫ് തുടക്കം തൊട്ടേ ഉള്ളതായിരുന്നു. രമ്യ ചേച്ചി എല്ലാ ദിവസവും ഇപ്പോൾ ഈ 14 ദിവസവും മസാജിങ്ങിനും അതുപോലെ ബാത്തിനും എല്ലാം ഹെൽപ്പ് ചെയ്തത് ചേച്ചിയാണ്. അപ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് സപ്പോർട്ടീവായിരുന്നു, കോപ്പറേറ്റ് ചെയ്തു. എല്ലാവർക്കും താങ്ക്സ്. കുഞ്ഞ് ഇപ്പം എനിക്ക് തെറാപ്പിയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്താണെങ്കിലും എനിക്കറിയാം കൊച്ചവിടെയുണ്ട്, അവളുടെ കരച്ചിലൊക്കെ കേൾക്കാം. എന്നാലും ഇവിടുത്തെ തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് അല്ലെങ്കിൽ സ്റ്റാഫിൻ്റെ അടുത്തായിരിക്കുമ്പോൾ അവൾ അത്ര സേഫാണെന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നു. ആ ഒരു കോൺഫിഡൻസിലാണ് ഞാൻ ട്രീറ്റ്മെൻറ്റിൽ അവിടെ അത്രയും പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കയറുന്നത്. എല്ലാ കാര്യങ്ങളും അത്രയും എഫക്റ്റീവായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 14. കാരണം നമുക്ക് ഇപ്പം 14 ദിവസം ആയതുകൊണ്ട് തന്നെ സ്റ്റീം ബാത്ത് ആണെങ്കിലും 5 ഡേയ്സ് പോയി. കിഴികളാണേലും ബാക്കി എല്ലാ ദിവസവും അല്ലെങ്കിൽ 3 ദിവസം വെച്ച് ഓരോ കിഴികൾ മാറി ഉണ്ടായിരുന്നു. നമ്മൾ ഡേയ്സ് കുറച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ആ ഒരു ട്രീറ്റ്മെൻറ്റ് നമുക്ക് ചിലപ്പം കിട്ടുന്നു വരികയില്ല. അതൊരു 2.5 hour അല്ലെങ്കിൽ 3 hour അടുത്ത് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി എടുക്കുന്നതുകൊണ്ടാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് കിട്ടുന്നത്. അല്ലെങ്കിൽ എല്ലാ പ്രൊസീജിയേഴ്സും അതിൻ്റെ ഒരു ഫുൾ 100% അതിൻ്റെ ആ ഒരു കംപ്ലീറ്റ്നെസ് നമുക്ക് കിട്ടാൻ കാരണം അത്രയും ടൈം എടുക്കുന്നതുകൊണ്ടായിരിക്കും. ശരിക്കും ഞാനിവിടെ അടുത്ത ഉള്ള ഒരാളാണെങ്കിൽ പോലും ഈ ലൈഫ് കെയറിനെ കുറിച്ച് ഞാൻ ആദ്യമായിട്ട് അറിയുന്നത് ഇപ്പോഴാണ്. പക്ഷെ ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടെ ഉള്ള കാര്യമോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇവിടുത്തെ സർവീസിന് ഇവിടെ എന്തൊക്കെ ഫെസിലിറ്റീസ് ആണുള്ളത് അല്ലെങ്കിൽ എന്തൊക്കെ സർവീസുകളാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് വരുന്നത്. ഓൾ ഓവർ എനിക്ക് ഇവിടുത്തെ സ്റ്റാഫിൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ ഡോക്ടേഴ്സിൻ്റെ ആണെങ്കിലും എല്ലാവരുടെയും ആ ഒരു ആറ്റിറ്റ്യൂഡും അതുപോലെ തന്നെ അവരുടെ നമ്മളോടുള്ള ഒരു അപ്രോച്ചും എല്ലാം ഭയങ്കരമായിട്ട് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നിങ്ങൾ പ്രൊവൈഡ് ചെയ്ത സർവീസിനും എല്ലാത്തിനും ഒരുപാട് താങ്ക്സ് ഡോക്ടർ, ആൻഡ് താങ്ക് യു ഓൾ ഫോർ ദ സ്റ്റാഫ്. ആൻഡ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പം ഒരാൾക്ക് സജസ്റ്റ് ചെയ്യുവാണെങ്കിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ലൈഫ് കെയർ ഞാൻ സജസ്റ്റ് ചെയ്യുന്നു.